മഴക്കാലത്തിന് മുമ്പേ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടക്കാതെ വന്നതോടെ ഇടുക്കി വട്ടവട മേഖലയിൽ യാത്രാ ദുരിതം രൂക്ഷമാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ കനത്ത മഴയോടെ റോഡ് ചെളി നിറഞ്ഞ അവസ്ഥയിലാണ്. പഞ്ചായത്ത് പരിധിയിലെ മിക്ക റോഡുകളും തകർന്നു കിടക്കുന്നതിനാൽ കാൽനട യാത്ര പോലും ദുസ്സഹമാണെന്ന് നാട്ടുകാർ. വട്ടവട ഗ്രാമപഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന വിവിധ റോഡുകളുടെ ടാറിംഗ് ജോലികൾ നടത്തണമെന്ന ആവശ്യം ഈ മഴക്കാലത്തിന് മുന്നേയും യാഥാർത്ഥ്യമാകാതെ വന്നതോടെ ആളുകളുടെ യാത്രാക്ലേശം രൂക്ഷമായി. പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന വിവിധ റോഡുകൾ നിർമ്മാണം കാത്തുകിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായെന്നാണ് പരാതി. നിർമ്മാണം സംബന്ധിച്ച് ഇടയ്ക്കിടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും മുന്നോട്ടു പോക്കുണ്ടാവാറില്ലെന്നും ആക്ഷേപമുയരുന്നു. മഴ പെയ്തതോടെ റോഡിൽ പലയിടത്തും വലിയ തോതിൽ ചെളി രൂപം കൊണ്ടിട്ടുള്ള സ്ഥിതിയാണ്. കോയിലുരുട്ടി ചിലന്തിയാറ് റോഡ് ഒരു 10-35 വർഷമായിട്ട് ടാർ ചെയ്തിട്ട് ഒരു 5-10 വർഷമായിട്ട് ഈ റോഡ് പൂർണ്ണമായിട്ട് നശിച്ചിരിക്കുന്നതാണ്. ഇത് PW എടുത്തും നമ്മൾ പഞ്ചായത്ത്, MLA, PW എല്ലാ മിനിസ്റ്റർ, മുഖ്യമന്ത്രി എല്ലാ സ്ഥലത്തും നമ്മൾ പരാതി ചെയ്തിട്ടും ഇതുവരെയായിട്ട് അതിനൊരു മറുപടിയോ ഇത് ചെയ്യാമെന്നോ ഒന്നൊരു ഇതില്ല. ഈ റോഡ് സ്കൂള്, അതേപോലെ തന്നെ ആശുപത്രി, ഫാമിലി ഹെൽത്ത് സെൻറ്റർ, പോലീസ് സ്റ്റേഷൻ, വില്ലേജ് ഓഫീസ്, 3 ആദിവാസി കുടി, അതേപോലെ തന്നെ ഹോം സ്റ്റേകൾ, റിസോർട്ടുകൾ, ഇത് ടൂറിസത്തിനെയും പൊതുജനങ്ങളെയും റിസോർട്ടിനെ അതേപോലെ തന്നെ ടൂറിസത്തിനെയും ഭയങ്കരമായിട്ട് ബാധിക്കുന്നതാണ്. റോഡുകൾ തകർന്നതോടെ ആശുപത്രിയിലേക്കും സ്കൂളിലേക്കും മറ്റിതരാവശ്യങ്ങൾക്കുമൊക്കെയുള്ള ഗ്രാമവാസികളുടെ യാത്ര ദുഷ്കരമായി കഴിഞ്ഞു. കുലുങ്ങിപ്പറഞ്ഞുള്ള യാത്ര രോഗികൾക്കും പ്രായമായവർക്കുമൊക്കെ വല്ലാത്ത ദുരിതം സമ്മാനിക്കുന്നുണ്ട്. പല റോഡുകളിലൂടെയും ഏറെ സാഹസപ്പെട്ടാണ് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നുപോകുന്നത്. തകർന്നു കിടക്കുന്ന റോഡുകൾ വട്ടവടയുടെ കാർഷിക മേഖലയ്ക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയ തിരിച്ചടി സമ്മാനിക്കുന്നുണ്ട്. തകർന്ന റോഡിലൂടെ ഒരിക്കലെത്തിയ വിനോദസഞ്ചാരികൾ വീണ്ടും വട്ടവടയിലേക്ക് എത്താൻ മടിക്കുന്നു. കുണ്ടും കുഴിയും താണ്ടിയുള്ള യാത്രാ തങ്ങൾ മടുത്തെന്നും ദുരിതം കണ്ടറിഞ്ഞ് ഇനിയെങ്കിലും വട്ടവടയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഇടപെടൽ വേണമെന്നും പ്രദേശവാസികൾ ഒന്നടങ്കം ആവശ്യമുന്നയിക്കുന്നുണ്ട്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.